ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ അമേരിക്കയെ പ്രതിരോധിക്കാനും പ്രകോപിപ്പിക്കാനും ശ്രമം തുടരുന്നതിനാൽ മധ്യപൂർവേഷ്യയിൽ വീണ്ടും പൂർണ്ണ തോതിലേക്കുള്ള യുദ്ധത്തിന് കളം ഒരുങ്ങുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഈ ആഴ്ച അവസാനം അതിനിർണായകമായ കൂടിക്കാഴ്ച നടക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ പശ്ചിമേഷ്യൻ യുദ്ധം വലിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചേരും എന്ന കാര്യം ലോകരാഷ്ട്രങ്ങൾ ശരിവെക്കുകയാണ്. മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നുവെന്ന പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ ചർച്ചകൾ അതീവ നിർണായകമായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക ഇറാനുമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സായുധ നീക്കങ്ങൾ മറ്റൊരു സമ്പൂർണ്ണ സൈനിക ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. വാഷിംഗ്ടണുമായി അടുത്ത ബന്ധമുള്ള ചില റിപ്പോർട്ടുകൾ പറയുന്നതാകട്ടെ ഉയർന്ന തോതിലുള്ള യുദ്ധസന്നാഹങ്ങൾ അമേരിക്ക വേഗത്തിലാക്കിയെന്ന് തന്നെയാണ്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്ര ചർച്ചകൾ ഫലപ്രദമാകാതെ തകർന്നത്, അതിനൊപ്പം ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷാവസ്ഥയും ഇറാന്റെ പുതിയ സൈനിക രാഷ്ട്രീയ നീക്കങ്ങളും മേഖലയിൽ വീണ്ടും വലിയ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കും എന്നാണ് അവർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു കേന്ദ്ര ചത്വരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം പതിച്ച ശവപ്പെട്ടി പ്രദർശിപ്പിക്കുകയും തങ്ങൾ ട്രംപിനെ കൊല്ലും എന്ന സന്ദേശമുള്ള ബാനർ ഉയർത്തുകയും ചെയ്തതാണ്. അങ്ങേയറ്റം പ്രകോപനപരമായ ഇത്തരം ദൃശ്യങ്ങളും ഭീഷണികളും അമേരിക്കയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇറാൻ ചെയ്യുന്നതാണ് എന്നും വിലയിരുത്തുന്നവരുണ്ട്. കാര്യങ്ങൾ ഇത്തരത്തിൽ കൈവിട്ട തലത്തിലേക്ക് എത്തിയിരിക്കുന്നതിനാലാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകി. ഇന്ന് രാത്രി ശക്തമായി ഞങ്ങൾ ആക്രമിക്കും, നാളെ രാത്രി ആക്രമിക്കും, അതിനുശേഷവും ആക്രമണം തുടരും എന്ന് ട്രംപ് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇനി ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ നാളുകളാണ് എന്ന് തന്നെയാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒപ്പം ചർച്ചകളിലേക്ക് ഇറാൻ തിരിച്ചു വരുന്നില്ല എങ്കിൽ അടുത്തയാഴ്ച അവരുടെ എല്ലാ വൈദ്യുതി നിലയങ്ങളും പ്രധാനപ്പെട്ട പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുൻപ് ഇറാന്റെ നാഗരികതയെ ഇല്ലാതാക്കുമെന്നും വൈദ്യുതി നിലയങ്ങളും പ്രധാനപ്പെട്ട പാലങ്ങളും തകർക്കുമെന്നും തീയതി നിശ്ചയിച്ച് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നുവെങ്കിലും അവസാന നിമിഷത്തിൽ ഇറാനുമായി ട്രംപ് ധാരണയിൽ എത്തുകയായിരുന്നു. ഇന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഇറാനെതിരെ തുടർച്ചയായ 5ാം ഘട്ട സൈനിക ആക്രമണം പൂർത്തിയാക്കിയതായി അറിയിച്ചു. 7 മണിക്കൂർ നീണ്ട സൈനിക നടപടിയിൽ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിരവധി ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ താവളങ്ങളും ഡ്രോൺ കേന്ദ്രങ്ങളും നാവിക സംവിധാനങ്ങളും തീരസംരക്ഷണ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ നാവിക താവളത്തിലും ജോർദാനിലെ വ്യോമതാവളത്തിലും ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. കുവൈത്തിലെ അലി അൽ സലേം സൈനിക കേന്ദ്രത്തെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും നിരവധി അമേരിക്കൻ MQ-9 ഡ്രോണുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും മധ്യപൂർവേഷ്യയിലെ സംഘർഷാവസ്ഥ ദിനംപ്രതി സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ വരും ദിനങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങളും എന്താണ് എന്നറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ ചർച്ചകൾ സമാധാനത്തിനുള്ള വഴി തുറക്കുമോ അതോ മേഖലയെ വീണ്ടും യുദ്ധത്തിന്റെ പിടിയിലേക്ക് തള്ളിവിടുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.